Hello aspirants, welcome to Sunny Seeds PSC class. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് പോർഷൻസ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ലെങ്തി വീഡിയോ അല്ല, 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുൾ കണ്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈംസ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇമെയിൽ എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇമെയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് അത് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഇമെയിൽ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ പോർട്ടൽസ്, വ്ളോഗ്സ് ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടർ അതിൻ്റെ ജനറേഷൻ അതൊക്കെ പഠിക്കാം. അത് കുറച്ച് ഡ്രൈ ആണ് ആ ഏരിയയൊക്കെ. അതുകൊണ്ട് നമുക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാം. അപ്പോൾ ഇമെയിൽ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. ലോകത്തുള്ള ഏതൊരു വ്യക്തിയുമായിട്ടും നിമിഷങ്ങൾക്കുള്ളിൽ സന്ദേശങ്ങൾ കൈമാറാൻ സഹായിക്കുന്നതാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഇമെയിൽ അയച്ചോ, ഇമെയിൽ കിട്ടിയോ, ഇമെയിൽ അയക്കാം എന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഇമെയിൽ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അതായത് ഇൻ്റർനെറ്റിൽ കമ്പ്യൂട്ടറുകൾക്കിടയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ, അത് ശ്രദ്ധിക്കണം, ഡിജിറ്റൽ മെസ്സേജസ്, അത് നമുക്കറിയാം. ഡിജിറ്റൽ മെസ്സേജസ് അയക്കാനാണെന്നറിയാമല്ലേ? അപ്പോൾ ഈ വാക്കുകൾ ഓർത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിജിറ്റൽ സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയാണ് ഇമെയിൽ അഥവാ ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ അഥവാ ഇലക്ട്രോണിക് മെയിൽ. അപ്പോൾ ലോകത്തുള്ള ഏതൊരാളുമായിട്ടും നമുക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇമെയിൽ ഉപയോഗിച്ച്. അപ്പോൾ ഇമെയിൽ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ റെസിപ്പിയൻറ്റിന് ഇൻബോക്സിലാണ്, കുറച്ച് ടേംസ് കൂടി പഠിച്ചു പോകാം. അപ്പോൾ ഇൻബോക്സിലാണ് ആ മെസ്സേജസ് വന്ന് കിടക്കുന്നത്. എവിടെയാണ്? ഇൻബോക്സിലാണ് മെസ്സേജസ് വരുന്നത്. ഇനി ഇമെയിൽ വഴി ടെക്സ്റ്റ് മെസ്സേജസ്, അതായത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ? അല്ല. എന്തൊക്കെ അയക്കാം? ടെക്സ്റ്റ് മെസ്സേജസും അയക്കാം, ഫയൽസ് അയക്കാം, അതുപോലെ പിക്ചേഴ്സ് അയക്കാം, പിന്നെന്തയക്കാം? ഡോക്യുമെൻസും അയക്കാം. നിങ്ങൾ സണ്ണി സീഡ്സിനോട് ചോദിക്കാറുണ്ടല്ലോ, ഈ PDF അയച്ചു തരുമോ, ആ PDF അയച്ചു തരുമോ എന്നൊക്കെ. അപ്പം നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ടാണ് അത് അറ്റാച്ച് ചെയ്ത് അയച്ചു തരുന്നത് അല്ലേ? അപ്പോൾ ഫയൽസ് അയക്കാം, ടെക്സ്റ്റ് അയക്കാം, പിക്ചേഴ്സ് അയക്കാം, ഡോക്യുമെൻസും അയക്കാം. ഇമെയിൽ വഴി അയക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സർവീസസ് ഇതിനകത്ത് കിട്ടും. ഇനി നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഇമെയിൽ ID ഉണ്ട്. അപ്പോൾ ഇമെയിൽ IDക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇമെയിൽ IDയുടെ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ സണ്ണി സീഡ്സിൻ്റെ പറയുകയാണെങ്കിൽ sunnyseeds@gmail.com എന്ന് വയ്ക്കുക. നല്ല കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. ഈ ചിഹ്നമാണ് ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നത്. ഈ ചിഹ്നമാണ് ഇതിനെ രണ്ടായിട്ട് തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഇതിനെ ഇതാണ് യൂസർ നെയിം. അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കറിയാമല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും പേരോ ഒക്കെ ആയിരിക്കും ഈ യൂസർ നെയിമായിട്ട് വരുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? ഡൊമൈൻ നെയിമാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏത് സർവീസ് പ്രൊവൈഡറാണോ ഏത് ഇമെയിൽ സെർവറാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ പേരാണ്, അതിൻ്റെ ഡൊമൈൻ നെയിമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജിമെയിലാണ് നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ sunnyseeds@gmail.com എന്ന് വരും അല്ലേ? അപ്പോൾ യൂസർ നെയിം @ഡൊമൈൻ നെയിം, ഇതാണ് എല്ലാ ഇമെയിൽ IDകളുടെയും ഫോർമാറ്റ്. അപ്പോൾ എല്ലാവരുടെയും ഇമെയിൽ ID നോക്കിയാലും നിങ്ങൾക്ക് ഈ ഫോർമാറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിന് എന്താ പറയുന്നത്? യൂസർ നെയിം എന്ന് പറയും. ആൻഡ് സെക്കൻഡ് പാർട്ടിന് എന്ത് പറയും? ഡൊമൈൻ നെയിം എന്ന് പറയും. ക്ലിയർ? അപ്പോൾ മെയിലിന് മെയിൽ IDക്ക് 2 ഭാഗങ്ങളുണ്ട്, യൂസർ നെയിമും ഡൊമൈൻ നെയിമും. ക്ലിയർ ആയോ? ഇനി ഇമെയിൽ സേവനം നൽകുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്നറിയാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ജിമെയിൽ ഒരെണ്ണമാണ്, അതുപോലെ ഒരെണ്ണമാണ് ഹോട്ട്മെയിൽ. ഇതൊക്കെ എന്താണ്? ഇമെയിൽ സേവനം നൽകുന്ന വെബ്സൈറ്റുകളാണ്. അപ്പോൾ ഇമെയിലിൽ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. എന്തൊക്കെ ചെയ്യാം? മെയിൽ അയക്കാം അല്ലേ? സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യാം. അതുപോലെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് റിപ്ലൈ ചെയ്യാം അല്ലേ? ഇതൊക്കെ നമുക്കൊരു ഫോൾഡറിൽ കാണാൻ പറ്റും. ഇപ്പോൾ സെൻഡ് ഐറ്റംസ് എല്ലാം ഒരു ഫോൾഡറിൽ കാണാൻ പറ്റും അല്ലേ? റിസീവ്ഡ് എല്ലാം ഒരു ഫോൾഡറിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കങ്ങനെ ക്രമീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു മിനിമം സർവീസായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ തരുന്നത് വെബ് ആപ്ലിക്കേഷൻസ് ആണ്. എന്താണ്? വെബ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഏറ്റവും ജനപ്രിയമായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം സാധാരണമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന, അതായത് സെൻഡ് ചെയ്യാം, റിസീവ് ചെയ്യാം, റിപ്ലൈ ചെയ്യാം, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ തരുന്ന അതിനെ എന്ത് പറയുന്നു? വെബ് മെയിൽ എന്ന് പറയുന്നു. വെബ് മെയിൽ. അപ്പോൾ അങ്ങനെ അല്ലാത്തതുണ്ടോ എന്ന് ചോദിക്കാമല്ലോ. ഉണ്ട്. വെബ് മെയിൽ അല്ലെങ്കിൽ വെബ് മെയിലാണ് സാധാരണമായിട്ടുള്ള സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള സർവീസസ് തരുന്നത് വെബ് മെയിലാണ്. ഇനി ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയും. ഇമെയിൽ ക്ലയൻറ്റ്
സോഫ്റ്റ്വെയർ. ഇത് മെയിൽ അയക്കാനും സ്വീകരിക്കാനും അതുപോലെ തന്നെ ഓഫ്ലൈനിൽ നമുക്ക് അയച്ച സന്ദേശങ്ങളൊക്കെ കിട്ടാനും ഒരുപാട് എക്സ്ട്രാ സർവീസസ് തരുന്നതാണ് ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്കുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ നമ്മൾ സാധാരണ ജിമെയിലിൽ പാസ്വേഡും ഐഡിയും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സർവീസസ് കിട്ടും. അതാണ് മെയിൽ കമ്പോസ് ചെയ്യുക, അയക്കുക, കിട്ടിയതിന് റിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതായത് ജിമെയിലിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അയക്കുമ്പോൾ. ഇനിയല്ല, നമുക്ക് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് എക്സ്ട്രാ സർവീസസ് കിട്ടും അല്ലേ. അപ്പോൾ ഈ വെബ് മെയിൽ എന്ന് പറയുന്നത് ഫ്രീ ആണ്, അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആണെന്ന് പറയാം, ഫ്രീ ആണെന്ന് പറയാം. പക്ഷേ ഈ ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ, അതായത് ഈ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, അതുപോലെ മോസില്ല തണ്ടർബേർഡ് എന്നൊക്കെ പറയാം, ആപ്പിൾ മെയിൽ, ഇതൊക്കെ ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇവർക്ക് എക്സ്ട്രാ സർവീസസ് തരും. ഇവരുടെ എക്സ്ട്രാ സർവീസസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് പർച്ചേസ് ചെയ്യണം. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇത് നമുക്കൊരു ലോക്കൽ ഡിവൈസിൽ ഈ ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മെയിൽസ് സ്റ്റോർ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, ഓഫ്ലൈനായിട്ടും ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് പലതരം സർവീസുകൾ ഈ ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ നമുക്ക് തരും. അതായത് ഈ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് പോലെയൊക്കെയുള്ള ഈ സോഫ്റ്റ്വെയറുകൾ എക്സ്ട്രാ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ തരുമെന്ന് അർത്ഥം. വെബ് മെയിൽ പോലെ അല്ല എന്നർത്ഥം. അപ്പോൾ വെബ് മെയിലിന് എക്സാമ്പിൾ ചോദിച്ചാൽ ജിമെയിൽ, ഹോട്ട്മെയിൽ എന്നൊക്കെ പറയാം. ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, അതുപോലെ മോസില്ല തണ്ടർബേർഡ് എന്നൊക്കെ പറയണം. ക്ലിയർ? ഇനി ഇൻ്റർനെറ്റിൽ കൂടെ മെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇതിൻ്റെ എല്ലാ എക്സ്പാൻഷനും പഠിച്ചു വയ്ക്കണം കേട്ടോ. SMTP എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഇൻ്റർനെറ്റിൽ കൂടെയുള്ള ഇമെയിൽ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പഠിച്ചു വയ്ക്കണേ. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്താണ്? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്തിനുപയോഗിക്കുന്നു? ഇൻ്റർനെറ്റിൽ കൂടെയുള്ള ഇമെയിൽ അയക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, വെബ് മെയിൽ അല്ലാതെ ഒരു സർവീസ് നമ്മൾ പറഞ്ഞില്ലേ, എന്തായിരുന്നു അത്? ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞില്ലേ. എന്തായിരുന്നു ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് പറഞ്ഞത്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മോസില്ല തണ്ടർബേർഡ് പോലെയുള്ളവ. എന്തായിരുന്നു പറഞ്ഞത്? ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞില്ലേ. അതായത് കുറച്ചുകൂടി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ സന്ദേശങ്ങൾ അയക്കാനും, അതായത് കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തപ്പോൾ പോലും നമുക്ക് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റും ഈ സൗകര്യങ്ങളുണ്ടെങ്കിൽ, ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ. അപ്പോൾ അത്തരം സന്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട്, അതായത് ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകളിൽ ഈ മെയിൽ സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ IMAP എന്ന് പറയണം. IMAP, ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ അഥവാ POP. അഥവാ അല്ല, വേറെ ഒരെണ്ണമാണ് POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഉപയോഗിച്ചായിരിക്കും ഇൻ്റർനെറ്റിൽ ഈ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകൾ മെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മെയിലിൻ്റെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണയായിട്ട് നമ്മൾ മെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നത് SMTP ആണ്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. മറ്റേതെന്താണ്? ഇമെയിൽ ക്ലയൻറ്റ് സെർവറുകൾ ഉപയോഗിക്കുന്നതാണ് IMAP, ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. വേറൊരെണ്ണം എന്താ? POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. ഇതിൻ്റെ എല്ലാ എക്സ്പാൻഷൻ പഠിച്ചു വയ്ക്കണം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. SMTP എന്താണ്, IMAP എന്താണ്, POP എന്താണ്, എക്സ്പാൻഷൻ എല്ലാം പഠിച്ചു വയ്ക്കണം. ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പഠിപ്പിച്ചാൽ മതിയോ? നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് ആവശ്യമുണ്ടോ? ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. നമ്മൾ പഠിച്ചത്
ഇമെയിലിനെ കുറിച്ചാണ് പഠിച്ചത്. രണ്ട് ഭാഗമുണ്ടെന്ന് പറഞ്ഞു. ഇമെയിലിൻ്റെ ഐ ഡിക്ക് എന്തൊക്കെയാണ്? യൂസർ നെയിമും ഡൊമൈൻ നെയിമും. അതുപോലെ ഇൻ്റർനെറ്റിൽ കൂടി ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന എന്താണെന്ന് പറഞ്ഞു? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, SMTP. ഓർത്ത് വയ്ക്കണേ, ഈ എക്സ്പാൻഷനൊക്കെ പഠിച്ചു വയ്ക്കണേ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതുപോലെ നമ്മൾ പഠിച്ചു ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനുകളെ കുറിച്ച് പഠിച്ചു. അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? IMAP. എന്താണ്? ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ. അതുപോലെ വേറൊരെണ്ണം എന്താണ്? പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, POP. അങ്ങനെയാണെങ്കിൽ ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക. നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.